ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടി വീഡിയോയാണ് ഇത്. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഇതാണോ വീഡിയോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളൊരു ഇത് വരും. പക്ഷേ ഇത് പലർക്കും അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഷോർട്സും അതുപോലെ തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം ഇപ്പം ഞാൻ ലോങ് വീഡിയോസ് എടുക്കൽ കുറവാണ്. ഒന്നാമത്തെ കാര്യം, ഫോണിൽ സ്റ്റോറേജ് ഇല്ലാതാണ്. ഞാൻ ഒരു ദിവസം എടുത്ത് വെച്ചിട്ട് അത് ഡിലീറ്റ് ആയിപ്പോയി. 2-3 പ്രാവശ്യം ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കി, പക്ഷേ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നത് കുറവ് കേട്ടോ. അപ്പം ഇതെന്തായാലും കുറച്ച് നേരത്തേക്കുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ എപ്പോഴും ഇടാം. ഇപ്പോൾ ഷോർട്സ് വീഡിയോസ് നമ്മൾ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അന്നും ഇന്നും ഒരേ ആപ്പേ യൂസ് ചെയ്യുന്നുള്ളൂ, ഇൻഷോട്ട്. ഇതിലാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതുപോലെ അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണേൽ നോക്കാം. പക്ഷേ എനിക്കറിയാവുന്ന എല്ലാവർക്കും വേറെ ആൾക്ക് അറിയാവുന്നത്. അപ്പം എനിക്കറിയാവുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതും ഉള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ലാഗ് ചെയ്യിപ്പിക്കേണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണണമെങ്കിൽ എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ലാഗ് ചെയ്യിപ്പിക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ക്ലാപ്പ് കട്ട്, VP അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടുമില്ല കേട്ടോ. ഞാനപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഇൻഷോട്ടാണ് എൻ്റെ അപ്പത്തി ഇപ്പോഴത്തേക്ക് രാജാവായിട്ട് നിൽക്കുന്നത്. ഇൻഷോട്ടിൽ പണ്ടത്തേക്കാളും ഒരുപാട് ഫീച്ചേഴ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ഞാൻ അതിലാട്ടോ എല്ലാം എഡിറ്റ് ചെയ്യാറുള്ളത്, വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഇൻഷോട്ടിലുള്ളതാണ് ഞാൻ. അപ്പോൾ ഇനിയുള്ളതൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ടായിരിക്കും കാണിക്കുന്നത്. അതിനകത്ത് വോയിസ് ഓവർ കൊടുത്ത് സ്ക്രീൻ റെക്കോർഡായിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചിട്ട് ഞാനിപ്പം ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ വീഡിയോ ആണ്. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട ഒരു വീഡിയോൻ്റെ ട്രാൻസിഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതാണ് അത്യാവശ്യം ട്രാൻസിഷൻ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പിന്നെ അതൊക്കെയാണ് സെയിം എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷോർട്സ് ഇട്ടാലും നമ്മൾ ഏകദേശം ചെയ്യേണ്ടതൊക്കെ ഞാനത് വീഡിയോയിലോട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയിൽ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട വീഡിയോസ് നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 2 വീഡിയോസ് എടുക്കുന്നുള്ളൂ. എനിക്ക് ട്രാൻസിഷൻ വീഡിയോ ആണല്ലോ, അതുകൊണ്ട് 2 എണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒറിജിനൽ വീഡിയോ അങ്ങ് മ്യൂട്ട് ചെയ്തേക്കുക. അല്ലെങ്കിൽ മൊത്തത്തിൽ കുഴപ്പമോ എല്ലാം കൂടി ഒന്ന് ക്ലാഷ് ആയിട്ട് നമുക്ക് ഒന്നും കേൾക്കാത്ത വരും. എന്നിട്ട് നമുക്ക് ഏത് സോങ്ങാണോ ഇടേണ്ടത് ആ സോങ് നമ്മൾ ഓഡിയോയിൽ പോയിട്ട് നമ്മുടെ എക്സ്പേർട്ട്, ഞാൻ അതിൻ്റെ അകത്തുനിന്നാണ് വീഡിയോയിൽ നിന്നാണ് എടുക്കാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് സോങ് എടുക്കണത് അങ്ങനെ എടുക്കാം. യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്തത് എടുക്കാം കേട്ടോ. ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ നേരിട്ട് ഇടാറുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ ഡ്രിം ചെയ്തെടുക്കുക. അതിങ്ങനെ അറിയാമല്ലോ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡ്രിം ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ ഡ്രിം ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് സ്ലോ മോഷൻ ഇടാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സ്ലോ മോഷൻ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും, സോങ് തികയാതൊക്കെ വരും കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര പാടല്ലേ. അപ്പോൾ ആദ്യം ഡ്രിം ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം എവിടേക്കാണോ സ്ലോ മോഷന് നമുക്ക് ആഗ്രഹിക്കുന്നത് അവിടെയൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാക്കി വേണ്ടത് ഡ്രിം ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒറ്റ വീഡിയോ അല്ല, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കളയുവാണല്ലോ, അതാണ് എഡിറ്റിങ്. അങ്ങനെ ഡ്രിം ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഓപ്ഷൻസൊക്കെ വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ സ്ലോ മോഷൻ ചെയ്യാം, എന്നിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോകാം. അതിന് നമ്മൾ അതിൽ സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, അതിൽ കേർവ് എടുക്കുക. അതാലാണ് നമുക്കൊരു ഏതൊക്കെ പോർഷനിലാണ് സ്ലോ മോഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗങ്ങൾ ഇതിങ്ങനെ നോക്കിയിട്ട് ആദ്യം തന്നെ നമ്മളൊന്ന് സ്ലോ മോഷൻ നമുക്കിങ്ങനെ പയ്യെ മാറ്റി കൊടുത്താൽ സ്ലോ മോഷൻ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇങ്ങനെ കേർവിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്ലോ മോഷൻ വരും. പ്ലേ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് എവിടെ വേണോ അവിടെ പ്ലേ ചെയ്ത് നോക്കുക, ടിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ഇങ്ങനെ സ്ലോ മോഷനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സ്ലോ മോഷൻ ആഡ് ചെയ്യാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ട്. ഈ കുത്തിട്ട ഭാഗങ്ങളൊക്കെയാണ് ഈ സ്ലോ മോഷൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കൊന്നും നമുക്ക് സ്ലോ മോഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ പുതിയൊരു ഒരു സംഭവം കയറി അഡീഷണൽ ആഡ് ചെയ്ത് വന്നുണ്ടോ, അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഞാനത് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ആ സ്ലോ മോഷൻ ഇട്ടു. ഇനി എല്ലാം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക സെറ്റായോ എന്ന്. ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ പോരായ്മകൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ തുടക്കം ഇങ്ങനെയുള്ള ട്രാൻസിഷൻസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറില്ല. ആദ്യത്തെ ആ 2-3 ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ, വേറൊന്നും ആഡ് ചെയ്യാറില്ല. നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് ഓരോ
നമ്മുടെ ഓരോ ഇത് വരുമല്ലോ, ഓരോ ക്ലിപ്പ് വരുന്നുള്ളൂ. ആ ക്ലിപ്പിൽ വരുന്ന ട്രാൻസിഷൻസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്ന പുതിയൊരു സംഭവമാണ് ഈ കണ്ടോ, ഈ ലൈറ്റിങ് ഇങ്ങനെ വരുന്ന സംഭവമാണ്. അത് ഞാൻ എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുക്കും. ഒരെണ്ണത്തിൽ മാത്രം ഡിഫറൻറ്റ് കൊടുക്കും കേട്ടോ, ബാക്കി എല്ലാത്തിലും സെയിം ആയിട്ട്. അത് കൊടുക്കണമെങ്കിൽ ഇതുകൊണ്ട് നമ്മുടെ ഓരോ വീഡിയോ തീരുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ട്രാൻസിഷൻസ് വരും, നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ മാത്രം കണ്ടോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നൊരു സംഭവം കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഓഡിയോയും വീഡിയോയും രണ്ടും സെയിം ആയിട്ട് വന്നില്ല. സാരമില്ല, നമ്മളിനിയും ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്കത് ബാക്കി സെറ്റായി വന്നോളും. പിന്നെ വീണ്ടും കുറേ ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മൾ അതിനകത്ത് ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്, ഒരു ഇങ്ങനെ ഒരു ഫ്ലാഷ് അടിക്കുന്ന പോലത്തെ പുതിയൊരു സംഭവമുണ്ട്. അത് നമ്മുടെ ഫിൽറ്ററിൻ്റെ അകത്ത് എഫക്ട്സിൻ്റെ അകത്ത് ഉണ്ട്. റെട്ടോ അങ്ങനെ പറഞ്ഞൊരു റെട്ടോ 2 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെടുത്തിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, റെട്ടോ 2 എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു എഫക്ട്സ് ഉണ്ട്. അതെടുക്കാം. കണ്ടോ, ഒരു ഫ്ലാഷ് ഇങ്ങനെ അടിച്ച പോലെ ഫീൽ ചെയ്തു. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്തോരം വോളിയത്തിൽ വേണം വെച്ചാൽ എന്തോരം അളവിൽ വേണം, കുറവ് മതിയോ കുറച്ച് മതി കൂടുതൽ വേണോ, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്യാം കേട്ടോ. കണ്ടോ, ഒരു ഫ്ലാഷ് അടിക്കും ഇപ്പോൾ കണ്ടോ കേട്ടോ. അത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു ഫ്ലാഷ് അടിക്കും. കണ്ടോ, ഒരു ഫ്ലാഷ് അടിച്ചിട്ട് ഗോൾഡൻ. അത് നമുക്ക് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാം. പിന്നെ അങ്ങനെ പല ഉണ്ട്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണം. കാരണം എൻ്റെ ഫോണിനകത്ത് പോർട്രേറ്റ് വീഡിയോസ് എടുക്കണമെങ്കിൽ ഫ്രണ്ട് ക്യാമറയ്ക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് എടുത്തറിയാൻ പറ്റും. കണ്ടോ, പുറകിലുള്ള ഡോറൊക്കെ എടുത്തറിയാൻ പറ്റും. അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളവരാണെങ്കിൽ അത് ചെയ്യേണ്ട, ഫോണിൽ ഓപ്ഷൻസ് ഉള്ളവർ അത് ചെയ്യേണ്ട. എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്ലർ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായ കണ്ടോ, നമ്മുടെ ഡോറൊന്നും അത്ര എൻഹാൻസ് ചെയ്ത് കാണിക്കത്തില്ല. അങ്ങനെ വീണ്ടും പ്ലേ ചെയ്ത് നോക്കാം. വീണ്ടും നമ്മൾ എഡിറ്റിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഓളിയമൊക്കെ സോങ്ങിൻ്റെ ഓളിയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കൊടുക്കുക, 200 കൊടുക്കുക. അങ്ങനെ ചെയ്യും. ഇനി ഞാൻ ജസ്റ്റ് ചുമ്മാ കാണിച്ചു തരാം. ഇത് ഞാൻ ട്രാൻസിഷൻ വീഡിയോയിൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഷോർട്ട്സൊക്കെ കൊടുക്കണമെങ്കിൽ മിനി വ്ളോഗൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ നമ്മുടെ ഓൺ വോയിസ് കൊടുക്കണമെങ്കിൽ ആ റെക്കോർഡിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് ഇതുണ്ടോ, അത് പുതിയതായിട്ട് കയറി വന്നത് കണ്ടോ, അവിടെ നമ്മുടെ ഒറിജിനൽ സൗണ്ട് ആയിരിക്കും വരുന്നത്. അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ലൈറ്റിങ്ങും കാര്യങ്ങളും. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇച്ചിരി ചെയ്യും, എനിക്ക് ഇച്ചിരി കൂടി നിൽക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി ചെയ്യും. ഇതിനകത്ത് ആദ്യത്തെ 3 ഓപ്ഷനിൽ ടിൻറ്റ് മാത്രം ഞാൻ യൂസ് ചെയ്യത്തില്ല, ബാക്കി ആ 4 ഓപ്ഷൻസ് യൂസ് ചെയ്യും കേട്ടോ. 3 യൂസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതും യൂസ് ചെയ്യും. വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇതിൽ നമ്മൾ ആ ടിക്ക് കണ്ടോ, 2 ടിക്കും 1 ടിക്കും കണ്ടോ, അതിൽ നമ്മുടെ വീഡിയോസ് ഫുൾ അത് വേണമെങ്കിൽ നമ്മൾ 2 ടിക്ക് കൊടുക്കുക. ഒരു വീഡിയോയിൽ മാത്രം മതിയെങ്കിൽ നമ്മൾ 1 ടിക്ക് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അത് ശ്രദ്ധിച്ച് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ 2 വീഡിയോയ്ക്കും 2 കളറായിട്ട് വരും. പിന്നെ ടെസ്റ്റ് കൊടുക്കില്ല, അത് നിങ്ങൾക്കറിയാലോ. ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, നമുക്കിഷ്ടമുള്ള സാധനം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ കളറും സ്റ്റൈലും ഫോണ്ടും അതൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ നോർമലി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ, ഓരോ സ്റ്റൈലും എൻ്റെ ഫോണ്ടൊക്കെ മാറ്റി കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ സംഭവങ്ങൾ കൊടുക്കുക. പിന്നെ ഇങ്ങനെ എഴുതി വരുന്നതിൻ്റെ രീതിയും അതിൻ്റെ അകലവും കാര്യങ്ങളൊക്കെ, പിന്നെ ബോണ്ട് വേണോ അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കാട്ടെ. ഇതൊന്നും ഞാൻ കൊടുക്കാറില്ല, എനിക്കിഷ്ടമല്ല. എനിക്കെന്തോ എന്നിട്ട് ടെസ്റ്റിങ് സ്റ്റൈൽ എനിക്കത്ര, ഫോണ്ട് സൈസ് എനിക്കത്ര സ്റ്റൈൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ ഡെയിലി കൊടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ കൊടുക്കണേ. കുറച്ച് സാധനം നമുക്ക് ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇത് ഞാൻ വേറൊരു ഫോണിലാണ് കാണിക്കുന്നതുകൊണ്ട് എൻ്റെ ഒറിജിനൽ ഇതിനകത്ത് വേറെ കുറേ സ്റ്റൈലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ വേറൊരു ഫോണിലാണ് എടുത്ത് കാണിച്ചു തരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേട്ടോ ഉണ്ടോ, സ്റ്റൈൽ മാറി വരുന്നത് കണ്ടോ, ആ എഡിറ്റിങ് ടെസ്റ്റിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ നമ്മൾ സ്ലോ മോഷൻ ഇട്ട സംഭവങ്ങളിൽ അതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. ഒരു സ്മൂത്തി എഫക്ട്സ് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും സ്പീഡ് എടുത്തിട്ട് കണ്ടോ, ഒരു സ്മൂത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 100
100% ആവുന്ന വരെ അങ്ങനെ നമ്മൾ എല്ലാത്തിലും അങ്ങനെ കൊടുക്കണം. നമ്മൾ ഏതൊക്കെയാണോ സ്മൂത്ത് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുക. കാരണം ഇത് ലാസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കുറയ്ക്കും കൂട്ടും ചെയ്യുമ്പോഴത്തേനും അത് വീണ്ടും പോകും. അതുകൊണ്ട് ലാസ്റ്റ് ചെയ്താൽ മതി സ്മൂത്തിങ് കേട്ടോ. പിന്നെ നമ്മൾ വാട്ടർ മാർക്ക് കളയാൻ വേണ്ടി നമ്മുടെ ആ ഇൻഷോട്ടിൻ്റെ ലോഗോ കളയാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ നെറ്റ് ഓൺ ആണെങ്കിൽ ഒരു ആഡ് നമ്മൾ കാണേണ്ടി വരും, ഇല്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി, തന്നെ പൊക്കോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ 2Kയിലാണ് ഞാൻ ഷോർട്സൊക്കെ ഡൗൺലോഡ് ചെയ്യാറ്. 2Kയിൽ ഡൗൺലോഡ് ചെയ്യാൻ വെക്കുക, അത്രേ ഉള്ളൂ. വീഡിയോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും, അങ്ങനെ പ്രോ എഡിറ്റർ ഒന്നും അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യണത്. വേറെ ആപ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതിന് വേണ്ടി ഞാൻ വീഡിയോ കുറച്ച് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ വിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, പക്ഷേ അത് എനിക്ക് കിട്ടണില്ല, എന്താണെന്നറിയില്ല. എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണിലും അത് സപ്പോർട്ട് ചെയ്യാനില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ ഗൂഗിളിൽ പോയാണ് ഡൗൺലോഡ് ചെയ്യണം, പക്ഷേ എനിക്കത് ആവുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാവരും ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നെറ്റ് ഇഷ്യൂസും. കാരണം നമുക്കൊരു ദിവസം 6 വീഡിയോസിലോ അല്ലെങ്കിൽ 5 വീഡിയോസിൽ കൂടുതലൊന്നും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പെയ്ഡൊക്കെ വരും നമുക്ക്, അത് കുറച്ച് പെയ്ഡൊക്കെ ഉള്ളതാണ്. അപ്പം പക്ഷെ അത്യാവശ്യം നമുക്ക് 1 മിനിറ്റിലുള്ള വീഡിയോസൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാനിപ്പോൾ എൻഹാൻസിങ് ചെയ്യണത്. ഇൻഷോട്ടിലെ എൻഹാൻസിങ് അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഞാനത് നോക്കാറില്ല, നമുക്ക് അത്ര എൻഹാൻസ് ആയിട്ട് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്പിൽ നല്ലൊരു എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻഷോട്ടിൻ്റെ മാത്രം എഡിറ്റിംഗ് ആണ് കാണിച്ചത് നിങ്ങളുടെ. ഇത് ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ആപ്പിൽ കൊണ്ട് എൻഹാൻസ് ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നെ, കാരണം നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പിന്നെ എന്നാലും അറിയില്ലാത്തവർക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പൊക്കോട്ടെ എന്ന് അറിയാൻ വേണ്ടിയാണ്. പിന്നെ എഡിറ്റിംഗ് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് മാറ്റും, അങ്ങോട്ടും അടി ഇങ്ങോട്ടും അടി, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഈ ഒരാൾ കണ്ട് എഡിറ്റിംഗ് തന്നെ നമുക്ക് ചെയ്യണമെന്നില്ലല്ലോ. നമുക്ക് അവിടെ ഇത് ഇട്ടാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഇത് കുറച്ചാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നി അത് അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പം എൻ്റെ അത് ട്രാൻസിഷൻ വീഡിയോയിലാണ് ഞാൻ കാണിച്ചത്, കുറച്ച് സ്ലോ മോഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് കാണിച്ചത്. പക്ഷെ നമ്മുടെ നോർമൽ ഷോർട്സൊക്കെ നമ്മളൊരു ഡെയിലി മിനി ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എഡിറ്റിംഗ് വരുന്നില്ല. ഒന്ന് നമ്മൾ ട്രിം ചെയ്യുക, വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കളയുക, വോയിസ് ഓവർ കൊടുക്കുക. വോയിസ് ഓവർ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മളൊരു കോർണർ ഉണ്ടല്ലോ, നമ്മളൊരു ഭിത്തിയുടെ ഒരു കോർണറിൽ പോയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് മൈക്കില്ലാതെ കുറച്ച് ക്വാളിറ്റിയിൽ നമുക്ക് സൗണ്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ വോയിസ് ഓവർ ഇട്ട വീഡിയോസ് ഇടാറുന്നില്ല. ഒന്നാമത് വോയിസ് ഓവർ കൊടുക്കാൻ നമുക്ക് നോയ്സ് കിട്ടും, അതുകൊണ്ട് ഞാനിപ്പം കൂടുതലും സോങ്സിൻ്റെ ഇടണം. അതും സോങ്സ് ഇടുമ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തിടാൻ നോക്കണം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. നേരത്തെ കോപ്പിറൈറ്റ് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു തോന്നുന്നു, പക്ഷെ ഇപ്പോൾ കുഴപ്പമുണ്ടെന്ന് തോന്നണം. എനിക്ക് ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത് ഇൻഷോട്ടിൽ നിന്ന് തന്നെ സോങ്ങൊക്കെ ഇട്ട് അപ്ലോഡ് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും കോപ്പിറൈറ്റ് വരും. അതും പാർഷ്യലി ആയിട്ടേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആവാത്തതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു അന്നൊക്കെ. പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ഇനി ഷോർട്സ് ഇടുന്നതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, എങ്ങനെയാണ് സോങ് എടുത്തിടുക, അതിന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്താൽ മതി, അതും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. എനിക്ക് ഒരുപാടൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ വെച്ച് വന്നിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പിന്നെ എനിക്കറിയില്ലാതെ ഞാൻ യൂട്യൂബിൽ നോക്കും, അല്ലെങ്കിൽ അത്യാവശ്യം യൂട്യൂബേഴ്സൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്കറിയിപ്പം ചിലവരോടൊന്നും ചോദിച്ചാൽ ആരും പറഞ്ഞു തരുന്നില്ല, പക്ഷെ ഞാൻ ചോദിക്കുന്ന അത്യാവശ്യം എല്ലാവരും തന്നെ എനിക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതിലേക്കൊക്കെ വരുവാണെങ്കിൽ ഞാനത് അവിടെ ഫില്ല് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ എന്തെങ്കിലും ചെയ്യണമോ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ റിപ്ലൈ തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് അറിയിച്ചിട്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇൻസ്റ്റയിൽ ആക്റ്റീവാണ്, മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിൽ പോയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യും. എനിക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.